ഈ കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയോ? ഒരു കൾച്ചറിൽ എന്തെങ്കിലും മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു കൾച്ചറിൽ എന്തെങ്കിലും ഇങ്ങോട്ട് സ്വീകരിക്കുക. ഇപ്പോൾ ഈ ആസാമിലെയും നമ്മളെ കേരളത്തിലെയും ഈ എഡ്യൂക്കേഷണൽ കൾച്ചർ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മിന്നാന്ന് ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഒരു കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ നേഴ്സിംഗ് പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇവിടെ എന്താ പഠിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരുപാട് ഫീസ് കൂടുതലാണ്. നല്ല ഫീ ഉണ്ട് ഇവിടെ ആസാമിൽ ബാർപേട്ടയിലൊക്കെ, അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഈ ഉൾഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോൾ എഡ്യൂക്കേഷന് അത്ര ക്വാളിറ്റി ഇല്ല. ഇവിടുത്തെ രക്ഷിതാക്കൾക്കൊക്കെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധം തന്നെ ഇല്ല. അപ്പോൾ നമ്മളെ നാട്ടിലെ പോലെ ഇവിടെ ഓക്സ്ഫോർഡ് എന്നൊരു ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കിയിട്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ആദ്യം ഒരുപാട് മക്കൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് മക്കൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫീ വെച്ചിട്ട്, ഒരു ചെറിയ ഫീ വെച്ചിട്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നല്ല മക്കൾക്ക് കൊടുക്കണം. പക്ഷേ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയായി ഞാൻ കണ്ടത്, ഈ സ്കൂളിൽ ഫസ്റ്റ് പീരീഡ് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ എല്ലാ മക്കൾക്കും ഈ സ്കൂളിലെ ഫസ്റ്റ് പീരീഡിൽ മോറൽ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. മുസ്ലിം സ്റ്റുഡൻസിന് ഉസ്താദുമാർ വന്നിട്ടും ഹിന്ദു സ്റ്റുഡൻസിന് അവരുടെ ഹിന്ദു ടീച്ചർമാർ വന്നിട്ടൊക്കെ മോറൽ എഡ്യൂക്കേഷൻ ഫസ്റ്റ് പീരീഡ് കൊടുക്കുന്നു. അതിൻ്റെ ശേഷം പിന്നെ ഭൗതികപരമായ എഡ്യൂക്കേഷനും കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു നല്ല ഒരു സിസ്റ്റമാറ്റിക് സ്കൂൾ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. ഇനി ആരെങ്കിലും ഈ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ സന്ദർശിക്കുക. അപ്പോൾ ഉഷാറാണ്. അടുത്ത അപ്ഡേറ്റ്സുമായി കാണാം. ബൈ.